ഇന്ന് ഈസ്റ്റേൻ്റേതായ തിരക്കുകളൊന്നും എൻ്റെ അടുക്കളയിൽ ഇല്ല. ഞാൻ തലേദിവസം തന്നെ താറാവ് കറി വെച്ചു, പിന്നെ ബീഫ് വേവിച്ച് വെച്ചു. അതുകൊണ്ട് വലിയ കട്ടിയായുള്ള പണികളൊന്നുമില്ല. പക്ഷേ ഇന്ന് എനിക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണെങ്കിലും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ദുഃഖവും ഉണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എൻ്റെ മോൾക്ക് ജോലി കിട്ടി. അപ്പോൾ അവൾക്ക് നാളെ കഴിഞ്ഞ് വേണം അതിന് പോയി ജോയിൻ ചെയ്യാനേ. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടിയേ അവൾ എൻ്റെ കൂടെ ഇന്ന് വൈകുന്നേരം വരെ കാണുള്ളൂ. നാളെ നേരം വെളുക്കുമ്പോഴേ അവൾ ഇവിടുന്ന് പോകും. എറണാകുളത്താണ് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന വരെ കുറേ നാളായിട്ട് അവൾ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പം മാറി നിന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. ഇതുവരെ മാറിയൊന്നും നിന്നിട്ടില്ല. പക്ഷെ അതിൻ്റേതായ ഒരു വിഷമം എനിക്ക് നല്ലവണ്ണം ഉണ്ട്. കാര്യം അവളില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമമായിരിക്കും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്താ പറയുന്നേമോ, ഞങ്ങൾ തമ്മിൽ ഒരു കൂട്ടുകാരിയെ പോലെയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ വിഷമങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കുഞ്ഞാണ്, എനിക്കറിയാം. പക്ഷേ അവൾക്ക് അവളുടേതായ ജീവിതം ഉണ്ടല്ലോ. ആ ജീവിതത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവൾക്ക് അവളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ട. നമ്മളെ നോക്കി എപ്പോഴൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല. അവരുടെ ഭാവി പോകുമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്കതൊരു നല്ല സങ്കടമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അവൾ പറഞ്ഞായിരുന്നു, അമ്മേ നമുക്ക് ഒരു വാഴയെന്ന് പറഞ്ഞൊരു പുതിയ മൂവി റിലീസായല്ലോ, അത് കാണാൻ പോകണം. അതുകൊണ്ട് നമുക്കത് ഇന്നലെ തലേദിവസം അവൾ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, അമ്മേ ഇന്ന് 10:30 ആകുമ്പോഴാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പിന്നെ അടുക്കള കയറി പെട്ടെന്ന് ബീഫൊന്നും എല്ലാം ഒലത്തിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ എന്നാൽ പാലപ്പം ഉണ്ടാക്കി, കുറച്ച് പാലപ്പം ഉണ്ടാക്കിയാൽ മതി. എല്ലാവരും 1-2 വെച്ചൊക്കെ കഴിക്കുകയുള്ളൂ. കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് ഇത്രേ ഉള്ളൂ പണി. ഇന്നും വേറെ പണിയൊന്നും അടുക്കളയിലില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 10:30 ആയപ്പോഴേ ഇവിടുന്ന് ഇറങ്ങി. ഇവിടുന്ന് ഒരു 10 അടി വെച്ചാൽ മതി തിയേറ്ററിലോട്ട് പോകാൻ. അതുകൊണ്ട് വലിയ ദൂരമൊന്നുമില്ല. അപ്പം ഞാനിതെല്ലാം റെഡിയാക്കിയിട്ട് പടം പോയി രാവിലെ കണ്ട്. അടിപൊളി പടമായിരുന്നു കേട്ടോ. ഒത്തിരി നാൾ കൂടി ഒരു നല്ലൊരു പടം കണ്ടത്. അതിന് ശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി വിമിഷ്ടമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞപ്പം അവിടം വരെ ഒന്ന് പോകണമല്ലോ. എന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരുക്കത്തിലായിരുന്നു.